ഞാൻ വീണ്ടും കർത്താവിന് നന്ദി കരയറ്റുന്നു. നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ നിൽക്കുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ഭാഗം നമ്മെക്കുറിച്ചുള്ള, മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, ഗോഡ്സ് മിഷൻ അപ്പോൺ മാൻ, മനുഷ്യൻ്റെ മേലുള്ള ദൈവ പദ്ധതി അഥവാ മനുഷ്യൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ആ സ്വപ്നം, ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ള വാക്ക് അത്ര ക്ലിയറായ വാക്കാണോ എന്ന് എനിക്കറിയില്ല. ഒരു പ്രോജക്റ്റ് എന്നുള്ളൊരു അർത്ഥം അതിനകത്ത് എടുക്കരുത്. പകരം ദൗത്യം അല്ലെങ്കിൽ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള സ്വപ്നം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മൾ നേരത്തെ ഒരു ബൈബിൾ ക്ലാസ്സിൽ കർത്താവിൻ്റെ ഇഷ്ടമിന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ എന്ന വേദഭാഗത്തിൽ നിന്ന് നമ്മൾ പല കാര്യങ്ങൾ പഠിച്ചു. എന്നാൽ ഇന്നലെയും ഇന്നുമായിട്ട് നമ്മൾ പഠിക്കുന്ന വേദഭാഗങ്ങളിൽ നിന്ന് കുറച്ചുകൂടെ വ്യത്യസ്തമായി സൃഷ്ടിയിൽ ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുണ്ടായിരുന്ന ലക്ഷ്യമെന്താണ്, അത് നമ്മൾ എത്രത്തോളം പ്രാവർത്തികമാക്കണം, ആ വക കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഇന്നലെയുള്ള പല ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത്. അതിൻ്റെ തുടർന്നും നമുക്ക് പഠിക്കണം. വ്യക്തി എന്ന നിലയിലും കുടുംബം എന്ന നിലയിലും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പഠിക്കാനാണ് ഇന്ന് വീണ്ടും നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചത് വെറുതെ ഒരു നേരം പോക്കിന് വേണ്ടി സൃഷ്ടിച്ചതല്ല, പ്രത്യുത വലിയൊരു ലക്ഷ്യത്തോടു കൂടെയാണ് സൃഷ്ടിച്ചത് എന്ന് നമ്മൾ കണ്ടു. എന്തായിരുന്നു ലക്ഷ്യം? മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അതായത് ദൈവം ആത്മാവാണ്, നമ്മൾ ആത്മസ്വരൂപികളാണ്, നമുക്ക് ശരീരമുണ്ട് എങ്കിലും നമ്മൾ ആത്മജീവികളാണ് എന്നുള്ളത് നമ്മൾ കണ്ടു. എന്തിനാണ് ആത്മജീവിയായി മനുഷ്യനെ സൃഷ്ടിച്ചത്? ലോകത്തിൽ ഒരു ജീവിയെയും ദൈവം ആ രീതിയിൽ സൃഷ്ടിച്ചില്ല. പ്രത്യുത മനുഷ്യനെ മാത്രം അങ്ങനെ സൃഷ്ടിക്കാൻ കാര്യം, ദൈവം മനുഷ്യനുമായിട്ട് സഹവാസം, സംസർഗം, സഹകരണം ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു. അത് കഴിയണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അതതു തരം എന്നൊരു വാക്ക്, ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്, അവർക്ക് മാത്രമേ ഈ പറയുന്ന സഹവാസവും സഹകരണം എന്ന് പറയുമ്പോൾ സംസർഗം, കമ്മ്യൂണിക്കേഷൻ എന്നുള്ളതിനേക്കാൾ ഉപരി കമ്മ്യൂണിയൻ കഴിയുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തിൻ്റെ തരത്തിൽ നമ്മളെ സൃഷ്ടിച്ചു. എന്താണ് ദൈവത്തിൻ്റെ തരം അഥവാ വാട്ട് ഈസ് ദി ഇമേജ് ഓഫ് ഗാഡ്? അത് രണ്ട് കൈയും രണ്ട് കാലുമൊന്നുമല്ല. എന്താണ്? ഗോഡ് ഈസ് സ്പിരിറ്റ്, ദൈവം ആത്മാവ് ആകുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത അഥവാ ദൈവത്തിൻ്റെ ഇമേജ്. അതേ ഇമേജിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. നമ്മെ ആത്മജീവികളായി സൃഷ്ടിച്ചു എന്ന് നമ്മൾ കണ്ടു. എന്തിന്? ദൈവവുമായിട്ടുള്ള സംസർഗത്തിൽ നമ്മൾ ജീവിക്കേണ്ടതിന്, നിരന്തരമായ സംസർഗത്തിൽ. നമ്മൾ കണ്ടു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. അതിലൂടെ ദൈവം പറയുന്നത് മോനാണ് ശരിക്കും. നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ജീനിയോളജി 3-ാം അധ്യായത്തിൽ വായിച്ച് പുറകോട്ട് പോകുമ്പോൾ ശേത്ത് ആദമിൻ്റെ മകൻ, ആദം ദൈവത്തിൻ്റെ മകൻ. അപ്പോൾ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനുമാണ്, പ്രജയുമാണ്, രണ്ടുമാണ്. ദൈവം രാജാവാണ്, പിതാവുമാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു, അല്ലേ? അപ്പോൾ ദൈവം രാജാവാണ്, പിതാവാണ്. ആ പിതാവിൻ്റെ മകനായി, പ്രജയായി, അവനോട് ചേർന്ന് അവൻ്റെ പ്രതിനിധിയായി ഈ ലോകത്തിൽ ജീവിക്കുവാനാണ് ദൈവം, അതായത് ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട്. അതാണ് അവന് ലഭിച്ചിരിക്കുന്നത്. പുത്രാധികാരമാണ്, പുത്രൻ്റെ അധികാരം. സങ്കീർത്തനം 8 നമ്മൾ വായിച്ചു, അവനെ തേജസ്സും ബഹുമാനവും അണിയിച്ചിരിക്കുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നതായ ആ പുത്രാധികാരത്തിൻ്റെ ഒരു സിമ്പലായിട്ടാണ് തേജസ്സിനെ നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ തേജസ്, തേജോമയനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ അവനെ പ്രാപ്തമാക്കുന്നത് ദൈവത്തിൻ്റെ തേജസ്സാണ്. ദൈവം അണിയിച്ച തേജസ്സും ബഹുമാനവും. ആ തേജസ് നമ്മിൽ നിലനിൽക്കണമെങ്കിൽ ആത്മാവാകുന്ന ദൈവവുമായി നമുക്ക് നിരന്തര സമ്പർക്കമുണ്ടായിരിക്കണം. ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആയാൽ മനുഷ്യൻ ഒരിക്കലും ദൈവ തേജസ് ഉണ്ടാവുകയില്ല. ഇൻഡിപെൻഡൻസ്. ഞാൻ ഇടയ്ക്ക് പറയുകയാണ്, ആദ്യത്തെ പാപത്തെക്കുറിച്ച് നമ്മളാകെ മനസ്സിലാക്കുന്നത് എന്താണ്? പഴം പറിച്ചു തിന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തുകൊണ്ട് പഴം പറിച്ചു തിന്നു? അവൻ പറഞ്ഞു, എനിക്ക് ദൈവത്തെ പോലെ ആകണം, ഇനി ദൈവത്തിൻ്റെ കീഴിലൊന്നും നിൽക്കാൻ എനിക്ക് വയ്യ, നന്മ എന്നാ തിന്മ എന്നാന്നൊക്കെ ഇനിയിപ്പം ദൈവം പറഞ്ഞു തരുമൊന്നും വേണ്ട, അത് ഞാൻ തീരുമാനിച്ചോളാം. നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം അവൻ പറിച്ചു നിന്നത് ദൈവത്തെ അവൻ്റെ ലോകത്തിന് പുറത്താക്കാനാ. ദൈവം അവന് പുറത്ത്, അവൻ ഇൻഡിപെൻഡൻ്റ് ആകുവാനാണ്, ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാകുവാനാണ് അവൻ പഴം പറിച്ചു നിന്നത്.
അപ്പോൾ ആദ്യത്തെ പാപം എന്താണെന്ന് ചോദിച്ചാൽ പഴം പറിച്ചു തിന്നതല്ല, ഇൻഡിപെൻഡൻസ് ഫ്രം ഗാഡ്. ദൈവത്തിൽ നിന്ന് സ്വതന്ത്രനാവുന്നതാണ്. ദൈവം മനുഷ്യനെ അങ്ങനെ അല്ല സൃഷ്ടിച്ചത്. ദൈവം ഡിപ്പെൻഡൻ്റായിട്ടാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ജീവശ്വാസം ഊതിയത്. എന്ന് വെച്ചാൽ എൻ്റെ ശ്വാസമാണ് നിന്നിൽ ഒഴുകുന്നത്. അത് ആനിമൽ ലൈഫ് കൊടുക്കുന്നതല്ല, ആത്മജീവനാണ്. കാര്യം ആത്മാവാകുന്ന ദൈവം ആത്മരൂപിയായ ആത്മാവുള്ള മനുഷ്യൻ്റെ ആത്മാവിനെ സജീവമാക്കുവാൻ വേണ്ടി അവൻ്റെ ആത്മാവിന് ജീവൻ നൽകുവാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയത്. അന്ന് തൊട്ട് എപ്പോഴും ഓരോ നിമിഷവും ദൈവവുമായുള്ള നിരന്തര സംസർഗത്തിലും സമ്പർക്കത്തിലുമാണ് അവൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അവൻ ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആകാൻ പരിശ്രമിച്ചപ്പോൾ, അതാണ് ആദ്യത്തെ പാപം, ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം ഗാഡ്. ഇന്നും ഏറ്റവും വലിയ പാപം അതാണ്. എന്ത്? ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാപമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ രണ്ടാമത്തെ പാപം എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ പാപം ബീയിങ് ഇൻഡിപെൻഡൻറ്റ് ഫ്രം യുവർ ബ്രദർ. അതാണ് കയീൻ കാണിച്ചത്. എന്നാണ് കയീൻ പറയുകയാണ്, ഐ വോണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്. എൻ്റെ ലോകത്തിൽ എൻ്റെ സഹോദരൻ ഉണ്ടാകാൻ പാടില്ല. ആദം പറഞ്ഞു, എൻ്റെ ലോകത്തിൽ എനിക്ക് ദൈവത്തെ വേണ്ട. കയീൻ പറഞ്ഞു, എൻ്റെ ലോകത്തിൽ എനിക്ക് എൻ്റെ സഹോദരനെ വേണ്ട. അതുകൊണ്ടാണ് അവൻ സഹോദരനെ കൊല്ലുന്നത്. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട രണ്ട് പാപങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന്, ദൈവത്തിൽ നിന്നുള്ള ഇൻഡിപെൻഡൻസും, രണ്ട്, സഹോദരനിൽ നിന്ന് ഉള്ള ഇൻഡിപെൻഡൻസും. ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞ ഒരു കാര്യമാണത്. എന്നാൽ ഈ ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ, നമ്മൾ മുന്നോട്ട് പോകുന്നില്ല, അതിനുള്ള സമയം നമുക്കില്ല. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ ഇൻഡിപെൻഡൻ്റ് ആയപ്പോൾ മുതൽ അവൻ ദൈവത്തിന് മരിച്ചവനായി തീർന്നു. കർത്താവ് പറഞ്ഞു, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം നീ തിന്നുമ്പോൾ തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നാൽ, അതായത് എന്നിൽ നിന്ന് നീ ഇൻഡിപെൻഡൻ്റ് ആയാൽ പിന്നെ നിനക്ക് സ്വയമായ ജീവനില്ല. ആനിമൽ ലൈഫ് പിന്നെയും ഉണ്ട്. അത് തിന്നതിന് ശേഷം 900-ലേറെ സംവത്സരങ്ങൾ ആദം ജീവിച്ചിരുന്നു, ഇല്ലേ? പക്ഷേ അവൻ ദൈവത്തിന് മരിച്ചവനായി തീർന്നു. അഥവാ അവൻ്റെ ആത്മാവ് സജീവമല്ലാതായി തീർന്നു. അവൻ്റെ ആത്മാവും ദൈവത്തിൻ്റെ ആത്മാവും തമ്മിലുള്ള ഫ്യൂഷൻ നഷ്ടപ്പെട്ടു. മുകളിൽ നിന്ന് ജീവൻ ഒഴുകി വരുന്നത് നിന്നു. ഇതാണ് ആത്മീയ മരണം സംഭവിച്ചവരായ ഒരു മനുഷ്യൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചിരുന്നവരായ നമ്മെയും അവൻ ഉയിർപ്പിച്ചു എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് അകന്ന, ദൈവത്തിൽ നിന്ന് ഇൻഡിപെൻഡൻ്റായ എല്ലാ മനുഷ്യനും അടിസ്ഥാനപരമായി മരിച്ചവനാണ്. ശരീരത്തിൽ മരിച്ചവനല്ല, ആത്മാവ് മൃതമാണ്. അഥവാ ആത്മാവ് സജീവമല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തിട്ട് പോലും ദൈവം ഒറ്റയടിക്ക് വന്നിട്ട് അവനെ പുറത്താക്കി കളയുന്നതിന് പകരം വീണ്ടും ദൈവം അവൻ്റെ പുറകെ വരുന്നതാണ് കാണുന്നത്. അതാണ് ഏദൻ തോട്ടത്തിൽ നമ്മൾ കാണുന്നത്. പിന്നെയും ദൈവം വന്നിട്ട് ചോദിക്കുക, ആദമേ നീ എന്താ കാണിച്ചത്? നീ എവിടെയാ? ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആഡം വേർ യു ആർ എന്ന് ചോദിക്കുന്നത് ഏത് മരത്തിൻ്റെ പുറകിലാടാ നീ ഒളിച്ചിരിക്കുന്നതെന്നല്ല. ആദമേ, നിന്നെ ഞാൻ എവിടെയാ ആക്കിയത്? ഇപ്പോൾ നീ എവിടെയാണ്? നീ എന്താ എന്നെ ഇട്ടിട്ട് പോയത്? ഞാൻ നിൻ്റെ അപ്പനല്ലേ? എന്നെ നീ ഇട്ടിട്ട് പോകാൻ കാര്യം എന്താണ്? അതായത് ദൈവത്തിൻ്റെ ഒരു വിലാപമാണ് ആ ചോദ്യം. ഞാൻ നിന്നെ ആക്കിയത് എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? എന്നാൽ വീണ്ടും അവൻ ദൈവത്തിൽ നിന്ന് അകന്ന് ദൈവത്തിന് മരിച്ചവനായി ജീവന്റെ വൃക്ഷത്തിന്റെ ഫലം പറിച്ചു തിന്നാൽ അവന് പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത നിലയിൽ അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക്, അതാണ് ജീവവൃക്ഷത്തിന്റെ ഫലത്തിന്റെ പ്രത്യേകത. ഏത് അവസ്ഥയിൽ അത് തിന്നുന്നോ അതേ അവസ്ഥയിൽ അവൻ ജീവിക്കും. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി, ഇനി ഇവനെ വിട്ടുകഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ മടങ്ങി വരുവാൻ ആഗ്രഹമില്ലാത്തവനായി നിത്യമരണത്തിനു വേണ്ടി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താലോ. ആ പേടിയിലാണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുന്നത്. എന്ന് വെച്ചുകൊണ്ട് ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം ദൈവം അവന് കൊടുക്കത്തില്ലെന്ന് അർത്ഥമില്ല. ഇതുണ്ടാക്കിയത് ആർക്ക് വേണ്ടിയാ? ജീവവൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യന് വേണ്ടിയാ. ഈ ജീവവൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ പറിച്ച് തിന്നണമെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. അത് പക്ഷേ ദൈവവുമായുള്ള സംസർഗത്തിൽ കഴിയുമ്പോൾ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവ സംസർഗത്തിൽ അവൻ എന്നേക്കും ജീവിക്കും.
പക്ഷെ ദൈവസംസർഗം വിട്ട് ദൈവത്തിന് മരിച്ചവനായിട്ട് ഇത് പറിച്ചു തിന്നു കഴിഞ്ഞാൽ പിന്നെ എന്നേക്കും ദൈവത്തിന് മരിച്ചവനായി തീരും. പിന്നെ വീണ്ടെടുപ്പ് അസാധ്യമായി തീരും. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്തു? അവനെ ഏദൻ തോട്ടത്തിന് പുറത്താക്കി. പക്ഷേ ആ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം അവൻ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. എന്തിനാണെന്നറിയാമോ? ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ, ജയിച്ചു ചെല്ലുമ്പോൾ, അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം നമ്മൾ കാണുന്നത്, ജയിക്കുന്നവന് ഞാൻ ജീവന്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും. കാര്യം, ജയിക്കുന്നവൻ അത് തിന്നാൽ എന്നേക്കും ജയാളിയായി ജീവിക്കും. പരാജയപ്പെട്ടവൻ തിന്നു കഴിഞ്ഞാൽ അവൻ പരാജയത്തിലേക്ക് കൂപ്പുകുത്തി അവൻ മരിച്ചു പോകും. അല്ലെങ്കിൽ നിത്യമരണത്തിന്, നിത്യനരകത്തിന് അവൻ ഇടയായിത്തീരും. അത് സംഭവിക്കാതിരിക്കാൻ ജയിച്ചു ചെല്ലുമ്പോൾ നമുക്ക് തരാൻ വേണ്ടി തന്നെ ദൈവം ഇത് സൂക്ഷിച്ചു വച്ചിരിക്കുക. അല്ലാതെ ദൈവം നമ്മളോട് നമുക്കൊരിക്കലും ഇത് തരാതിരിക്കാൻ വേണ്ടി മാറ്റി എന്നുള്ള അർത്ഥമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ദി എക്സ്പെൽഷൻ ഫ്രം ദി പാരഡൈസ്, പർദീസയിൽ നിന്ന് മനുഷ്യനെ പുറത്താക്കിയത്, ഇറ്റ് ഈസ് നോട്ട് ആൻ ആക്ട് ഓഫ് പനിഷ്മെന്റ്, ഇറ്റ് ഈസ് ആൻ ആക്ട് ഓഫ് ഗ്രേസ്. ശരിക്കും അത് വലിയ ഒരു ശിക്ഷയുടെ പ്രതിഫലനമെന്നല്ല, പ്രത്യുത കരുണയുടെ പ്രതിഫലനമെന്നാണ് നമ്മൾ കാണേണ്ടത്. കാര്യം, അവൻ നമുക്ക് വേണ്ടി അത് സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്ത് അവൻ്റെ തേജസ്സിൻ്റെ വസ്ത്രം, നമ്മൾ ഇന്നലെ കണ്ട ഒരു കാര്യമുണ്ട്, പുത്രാധികാരം തേജസ്സാണ്. ആ തേജസ്സിൻ്റെ വസ്ത്രം അവൻ കീറിക്കളഞ്ഞു. പാപത്തിൻ്റെ കത്തിയെടുത്ത് കുത്തിക്കീറിക്കളഞ്ഞു. അതുകൊണ്ടിപ്പോൾ അവൻ തേജസ്സിൻ്റെ വസ്ത്രമില്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ നഗ്നനായിട്ട് പിന്നീട് അവന് കയറാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് വന്നു. അവന് തിരിച്ച് ദൈവസന്നിധിയിലേക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. ഇതെക്കാലത്തെയും മനുഷ്യന്റെ പ്രശ്നമാണ്. അവൻ തേജസ്സിന്റെ വസ്ത്രത്തിന് പകരം അത്തിയില കൂട്ടിത്തുന്നി ഉടയാളെ ഉണ്ടാക്കി അവൻ അത് അരമറയ്ക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. അത്തിയില കൂട്ടിത്തുന്നി, അതായത് തേജസ്സിന് പകരമായിട്ട്. അതാണ് മനുഷ്യന്റെ പ്രത്യേകത. വാസ്തവത്തിൽ മനുഷ്യന്റെ എല്ലാ മതപരിശ്രമങ്ങളും എന്തിനാണെന്നറിയാമോ? തേജസ് മടക്കി കിട്ടാനാ. ആദാം അത്തിയില ഉണ്ടാക്കി, പക്ഷേ അത്തിയിലേക്ക് തേജസ് മടക്കി കൊടുക്കുവാൻ കഴിയുകയില്ല. മാനുഷികമായി തേജസ് പ്രാപിക്കുവാൻ, ദൈവത്തെ പോലെയാകുവാൻ, ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിമ്രോദ് എന്ന് നമ്മൾ വിളിക്കുന്ന ആ ശിനാറിൽ കുടിയേറിയ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന് എന്തു പറഞ്ഞു? വരുവീൻ, നാം ഇഷ്ടിക അറുത്ത് നമുക്ക് ഒരു ഗോപുരം ഉണ്ടാക്കാം. ലെറ്റ് us make a tower that reaches heaven. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കാം, നമ്മൾ ചിതറിപ്പോകരുത്. എന്താ അതിൻ്റെ അർത്ഥം? ഞാനത് വായിച്ചപ്പോൾ പലപ്പോഴും പണ്ട് ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ഗോപുരം ഉണ്ടാക്കുന്നതിന് എന്തിനാണ് ദൈവം പിണങ്ങുന്നത്? ഗോപുരം ഉണ്ടാക്കുന്നത് തെറ്റാണ്. പക്ഷേ അവിടുത്തെ ഗോപുരം എന്തിനാണ് അവരുണ്ടാക്കുന്നത്? സ്വർഗത്തോളം എത്താൻ വേണ്ടി. അതായത് അവർ പറയുന്നത്, നമ്മളിപ്പോൾ ഭൂമിയിലല്ലേ, നമുക്ക് ദൈവത്തെ പോലെ ആകണം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മളും ദൈവം ഈക്വൽ ആകുമല്ലോ. പിന്നെ നമുക്ക് ദൈവം വേണ്ട. ലെറ്റ് us make a name for ourselves. ഇനിയിപ്പോൾ ദൈവത്തിന്റെ പേരിലൊന്നും ആരും പോകണ്ട, നമ്മുടെ പേരിൽ. ദൈവത്തെ പോലെ ആകാനാണ് ആദാം പഴം പറിച്ചു തിന്നതെങ്കിൽ ശിനാർ ദേശത്ത് അവര് ഗോപുരം പണിയുന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തെ പോലെ ആകാൻ. പക്ഷേ ദൈവം അത് അവരുടെ പദ്ധതിയെല്ലാം തകർത്ത് കളയുന്നതാണ് നമ്മൾ കാണുന്നത്. നെബൂഖദ്നേസർ അവൻ്റെ എല്ലാ പ്രതാപവും കൊണ്ട് വലിയ മണിമാളിക ഉണ്ടാക്കി, ഇതൊക്കെയും എൻ്റെ മാഹാത്മ്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ മഹതിയാം ബാബിലോൺ അല്ലേ എന്നൊക്കെ പറഞ്ഞു. പക്ഷേ കാള പുല്ല് തിന്നുന്നത് പോലെ അവൻ പുല്ല് തിന്ന് ജീവിക്കേണ്ടി വന്നു. മനുഷ്യന്റെ പരിശ്രമങ്ങളാണ്. എന്തിനാ? മഹത്വം സ്വയമായി കണ്ടെത്താൻ, തേജസ് മടക്കി കിട്ടാൻ, തേജസ്സിലേക്ക് പ്രവേശിക്കാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. മതങ്ങളും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇന്നിപ്പോൾ മതമായിരിക്കത്തില്ല. ഈ സെക്യുലർ ലോകത്ത് ഇന്നിപ്പോൾ തേജസ് മടക്കി കിട്ടാൻ, മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുവാൻ, അതിനാണ് പലപ്പോഴും നമ്മൾ ടെക്നോളജിയുടെ അഡ്വാൻസ്മെന്റിൽ പുകഴുന്നതായ ഒരു സമൂഹമായിട്ട് നമ്മൾ മാറിയില്ലേ? സാധാരണക്കാരൻ പോലും പറയുന്നത്, ഇവിടെ സയൻസ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ദൈവമൊന്നും വേണ്ട എന്ന് പറയുന്ന, സ്വയം മഹത്വത്തെ തിരഞ്ഞെടുക്കാൻ. ഈ കൊറോണ വന്നതുകൊണ്ടാണ് ഞാൻ ചിന്തിക്കുകയായിരുന്നു, കൊറോണ വരുന്നതിന് മുമ്പ് മനുഷ്യനിലൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. കൊറോണ വന്നതിന് ശേഷമാണ് മനുഷ്യനുള്ള പ്രത്യാശയ്ക്കൊരു
നമ്മളെല്ലാം സാധിച്ചു കളയും, ഇല്ലേ? ഈ കൊറോണ വരുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ഒക്കെ ചിന്ത നമ്മൾ നേടിക്കളയും, നമ്മളങ്ങ് അതായി കഴിയും, ഇതായി കളയും, നമ്മളെല്ലാം നമ്മൾ നേടും. ഇതൊക്കെയാണ് നമ്മുടെ പാട്ടുകൾ പോലും അതാണല്ലോ, അല്ലേ? നമ്മൾ നേടുമെന്നുള്ളതാണ്. പക്ഷേ തേജസ് മടക്കി തരുവാൻ സയൻസിന് കഴിയത്തില്ല, ടെക്നോളജിക്ക് കഴിയത്തില്ല, മതത്തിന് കഴിയില്ല, നമ്മുടെ ഏത് പരിശ്രമങ്ങൾക്കും കഴിയില്ല. തേജസ് മടക്കി തരുവാൻ ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്. ദൈവത്തിന് മാത്രമേ അത് കഴിയുകയുള്ളൂ. നമ്മൾ 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 6 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിച്ച വേദഭാഗമാണ്. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ തേജസ് മടക്കിക്കൊണ്ട് തരുവാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയുന്നത് യേശു കർത്താവാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. 7-ാമത്തെ വാക്യത്തിൽ ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസ്താവിക്കുന്നത്. നമ്മുടെ തേജസ്സിനായി ലോക സൃഷ്ടിക്ക് മുമ്പേ, അതായത് മനുഷ്യൻ പാപം ചെയ്ത് കഴിഞ്ഞ് ഇരുന്ന് ആലോചിച്ച് ദൈവം കണ്ടെത്തിയ ഒരു സൊല്യൂഷൻ അല്ല ഇത്. പകരം മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ദൈവം കണ്ടെത്തിയിരുന്നതായ, അഥവാ ദൈവം പ്ലാൻ ചെയ്ത, ലോക സൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതായ പദ്ധതിയാണ് യേശു കർത്താവ് ഭൂമിയിൽ വന്ന് മനുഷ്യവർഗത്തിന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ച് മനുഷ്യന് തേജസ് മടക്കി കൊടുക്കുക. അവനാണ് തേജസ്സിന്റെ കർത്താവ്. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ആരാണപ്പോൾ തേജസ്സിന്റെ കർത്താവ്? തേജസ്സിന്റെ കർത്താവ് നമ്മുടെ യേശുവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏത് ബാക്കിയുള്ള എല്ലാ മതാചാരങ്ങളും, ഏത് മതമാണെങ്കിലും ആചാരങ്ങൾക്ക് നിങ്ങളെ തേജസ്സിലേക്ക് മടക്കി കൊണ്ടുവരുവാൻ കഴിയുകയില്ല. നിങ്ങളെ തേജസ്സിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ ദൈവം അയച്ചത് യേശുവിനെയാണ്, അല്ലാതെ വേറെ ആർക്കും അതിനകത്ത് യാതൊരു പങ്കാളിത്തവും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ തേജസ്സിലേക്ക് കൊണ്ടുപോകാനായി യേശു ഈ ഭൂമിയിലേക്ക് വന്നത് തന്നെ. എബ്രായലേഖനം 2-ാം അധ്യായത്തിൽ അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞത് യുക്തമാക്കുന്നു. അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അപ്പോൾ യേശു ഭൂമിയിൽ വന്നത് നമ്മെ പുത്രന്മാരാക്കുവാനാണ്. പുത്രത്വം നഷ്ടപ്പെട്ട ആദമിന്റെ മക്കളെ തിരിച്ച് പുത്രന്മാരാക്കുവാനാണ്. അവന്റെ കാൽവറി ക്രൂശിലെ മരണത്താൽ നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെട്ട് വീണ്ടും ജനനത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീരുന്ന അവസ്ഥ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിൻ്റെ ആത്മാവും നമ്മുടെ ആത്മാവും തമ്മിലൊരു ഫ്യൂഷൻ വീണ്ടും ഉണ്ടാവുകയാണ്. നേരത്തെ ഉണ്ടായിരുന്നത് പോലെയോ അതിലുപരിയായോ. ആദമും ഹവ്വയുമായി ദൈവത്തിന് സംസർഗമുണ്ടായിരുന്നെങ്കിൽ വീണ്ടും ജനിച്ച എല്ലാ വ്യക്തികളുമായും ദൈവത്തിന് സംസർഗമുണ്ട്. നമ്മൾ ആ സംസർഗം മനസ്സിലാക്കണം. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം നമ്മൾ പുത്രന്മാരാണ്. റോമാലേഖനത്തിൽ നമ്മൾ അത് കുറച്ചുകൂടെ കൃത്യമായിട്ട് പൗലോസ് രേഖപ്പെടുത്തുന്നതായ 1-2 ഭാഗങ്ങളുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 15 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കളെന്ന ആത്മാവ് താനും നമ്മളെ ആത്മാവോട് സാക്ഷ്യം പറയുന്നു. അപ്പം നമുക്ക് അങ്ങനൊരു ബോധ്യം ഉണ്ടായിരിക്കണം. പലപ്പോഴും വിശ്വാസികളെന്ന് വിളിക്കുന്നവർ ഒരു മക്കൾ, വിശ്വാസികളെന്ന് നമ്മളെ തന്നെ വിളിക്കുന്ന ആളുകൾ ഞാൻ ദൈവത്തിന്റെ മകനാണ് എന്നുള്ള ആ ഒരു സാക്ഷ്യം ആത്മാവിൽ പ്രാപിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ, ഇതൊക്കെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങളായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര പേർക്ക് ഈ പുത്രത്വം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? ചോദിച്ചാൽ പറയുന്ന തലയിലിരിക്കുന്ന ജ്ഞാനമല്ല നമുക്ക് ആവശ്യം. ആത്മാവിൽ അറിയണം ഞാൻ ദൈവത്തിന്റെ മകനാണെന്നുള്ളത്. അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം. 14-ാമത്തെ വാക്യത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. അപ്പോൾ ദൈവാത്മാവ് നടത്തുന്നവനാണ് ശരിക്കും പറഞ്ഞ വിശ്വാസി. അല്ലാതെ സഭായോഗങ്ങളിൽ വന്ന് പാട്ടുപാടുന്നത് കൊണ്ടോ ആരാധിക്കുന്നത് കൊണ്ടോ മാത്രം ഒരുവൻ യഥാർത്ഥത്തിൽ ദൈവപൈതലാകുന്നില്ല. ആരാണ് ദൈവപൈതൽ? ദൈവപൈതൽ ഇവിടെ നമ്മൾ കാണുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവൻ എന്നുള്ളതാണ്. നമ്മുടെ എല്ലാ വിശ്വാസികളും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുകയാണ്. അത് നമ്മളൊന്ന് പറഞ്ഞു കൊടുക്ക്. നമ്മുടെ കുഞ്ഞുങ്ങളോട് പറ, മോനെ നിന്നെ നയിക്കുന്നത് ആരാണ്? ആത്മാവാണോ? ദൈവാത്മാവാണോ? 13-ാമത്തെ വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
നമ്മളെ നയിക്കുന്നത് ആരാണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. വിശ്വാസികൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ വിശ്വാസികളെ എന്തുകൊണ്ട് ഇത് പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല? ശുശ്രൂഷകർ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. പുത്രത്വം നമ്മൾ അഭ്യസിപ്പിക്കണം. നമ്മുടെ സഭകളിലെല്ലാം പുത്രത്വത്തെക്കുറിച്ച് നന്നായിട്ട് പഠിപ്പിക്കണം. ആളുകൾക്ക് ആ ബോധ്യം ഉണ്ടാകണം. ഇത് തലേ കയറിയാൽ പോരാ. ദൈവാത്മാവ് നടത്തുന്നവൻ, ആത്മാവ് നടത്തുന്ന അവസ്ഥ. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിൻ്റെ ആത്മാവ്. അബ എന്നുള്ളത് ഇസ്രായേലിൽ എബ്രായ കുഞ്ഞുങ്ങൾ അവർ സംസാരിച്ചുകൊണ്ടിരുന്ന ഭാഷ അരാമ്യ ഭാഷയാണല്ലോ. അരാമ്യ ഭാഷയിൽ അവരെ സ്വന്തം അപ്പനെ വിളിച്ചുകൊണ്ടിരുന്നതാണ് അബ. പിതാവെന്നൊക്കെ പറയുന്ന ഒഫീഷ്യലാണ്, ഫാദർ എന്ന് പറയുന്ന ഒഫീഷ്യലാണ്. നമ്മളാണെങ്കിലും നമ്മുടെ വീട്ടിലൊക്കെ നമ്മുടെ പിള്ളേരെല്ലാം നമ്മളെ പിതാവേ ഇന്ന് രാവിലെ എന്നൊന്നും പറഞ്ഞോളൊന്നുമല്ലല്ലോ പറയുന്നത്. അവരെന്താ പറയുന്നത്? അപ്പ, ഡാഡി, പപ്പ എന്നൊക്കെയല്ലേ പറയുന്നത്, ഇല്ലേ? എന്നതുപോലെ വീട്ടിൽ സ്വന്തം മക്കൾ അപ്പനെ വിളിക്കുന്ന പേരാണ് അബ. അങ്ങനെയുള്ള റിലേഷൻ നമുക്ക് ആരുമായിട്ടുണ്ടാകണം? ദൈവവുമായിട്ട് ഉണ്ടാകണം. ആ റിലേഷൻ ഉണ്ടാക്കിത്തരാനാണ് യേശു ഭൂമിയിലേക്ക് വന്നതെന്നാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ പിതാവിൻ്റെ മക്കളാകുമ്പോൾ 17-ാമത്തെ വാക്യത്തിൽ നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിൻ്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്രേ. തേജസ്സിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. തേജസ്. കർത്താവ് കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ അവൻ തേജസ്സിന്റെ വസ്ത്രത്തെ നമുക്ക് തന്നു. എന്നാൽ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കുന്നില്ല. അവിടെ നിന്ന് തേജസ്സിൽ നിന്ന് പിന്നെയും തേജസ്സിലേക്ക് പോകുകയാണ്. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഇപ്പൊ തന്നെ നമുക്ക് തേജസ്സിന്റെ വസ്ത്രം ലഭിച്ചു, പക്ഷേ നമ്മിൽ വെളിപ്പെടുവാനുള്ള വലിയൊരു തേജസ് ഉണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ഓരോ സ്ഥലങ്ങളിലും സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ. നോക്കുക, നമുക്ക് പുത്രത്വം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. എന്നാൽ ആ പുത്രത്വം ലഭിച്ചാൽ അതിൽ നിന്നൊരു വളർച്ച വളരെ ആവശ്യമുണ്ട്. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ബലത്തിൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. വി ആർ ജസ്റ്റിഫൈഡ് ബൈ ഫെയ്ത്ത്. ബൈ ഫെയ്ത്ത് എന്ന് പറയുന്നതിനേക്കാൾ റോമാലേഖനത്തിൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ കാണുന്നത് അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം. അപ്പോൾ നമ്മൾ നീതീകരിക്കപ്പെട്ടത് അവന്റെ രക്തത്താലാണ്. അവന്റെ രക്തത്താൽ നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു? നീതീകരണം ലഭിച്ചിരിക്കുന്നു, ജസ്റ്റിഫിക്കേഷൻ ലഭിച്ചിരിക്കുന്നു. ജസ്റ്റിഫൈഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. എന്നാൽ ആ ശിക്ഷയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചാലും പിന്നെയും നമ്മൾ മുന്നോട്ട് തന്നെ പോകണം. യേശുക്രിസ്തുവിലൂടെ ദൈവം നിർവഹിച്ച തേജസ്സിന്റെ ആ പദ്ധതി എന്ന് പറയുന്നത്, അതാണ് ഞാൻ പറഞ്ഞത്, സൃഷ്ടിയിൽ തന്നെ ദൈവം മനസ്സിൽ മനുഷ്യനെക്കുറിച്ച് പ്ലാൻ ചെയ്തിരുന്നത് രക്ഷിക്കപ്പെടുന്ന അവസ്ഥ വരെ മാത്രമല്ല. നമുക്ക് അതിനപ്പുറത്തോട്ട് നമ്മൾ പറയുന്നുമില്ല. അതൊക്കെ വലിയ പ്രശ്നമാണ്, നമ്മുടെ ടീച്ചിങ്ങിന്റെ വലിയ പ്രശ്നമാണ്. അത് നമ്മൾ വെൻ വി ആർ ജസ്റ്റിഫൈഡ് വി ആർ ഫ്രീ ഫ്രം കണ്ടംനേഷൻ. നമ്മൾ ശിക്ഷാവിധിയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു. ഒത്തിരി കറക്റ്റായിട്ടുള്ള ഒരു ഉദാഹരണം, അല്ലെങ്കിൽ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മളൊരു കടുവ ഓടിച്ചുകൊണ്ട് വന്നെന്ന് വെച്ചു. ആ ഓടിച്ചുകൊണ്ട് വന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് നമ്മൾ വാതിൽ തുറന്നു, നമ്മളകത്ത് കയറി കഥ കടച്ചു, കടുവ പുറത്ത്, നമ്മൾ രക്ഷപ്പെട്ടു, ഇല്ലേ? പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഒരു വാതിലും മതിലേ ചെന്നല്ല തൊടുന്നത്, വാതിലൊരു വഴിയിലേക്കാണ് തുറക്കുന്നത്. എന്നതുപോലെ വീണ്ടും ജനിച്ച വ്യക്തി ശിക്ഷാവിധിയിൽ നിന്ന് യേശുക്രിസ്തുവാകുന്ന വാതിലിലൂടെ കടന്ന് രക്ഷിക്കപ്പെട്ടെങ്കിൽ, ആ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ വിശുദ്ധീകരണത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ നടക്കേണ്ടത്. ആ അപ്പം ജസ്റ്റിഫിക്കേഷൻ ഒരു വാതിൽ പോലെയാണ്. ഒരു നിമിഷം കൊണ്ടാണ് വാതിലിനകത്തും പുറത്തും, ഒരു നിമിഷം കൊണ്ട്. പക്ഷേ അതിനുശേഷമുള്ള ഈ വിശുദ്ധീകരണത്തിന്റെ വഴി എന്ന് പറയുന്നത് ഒരു നിമിഷം കൊണ്ടല്ല. നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. വി ആർ സാങ്ക്ടിഫൈഡ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിൽ തന്നെ
നമ്മൾ റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് നാം നിൽക്കുന്ന 2-ാമത്തെ വാക്യത്തിൽ നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. നാം ദൈവ തേജസ്സിന്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. അതായത് ഈ വഴിയിലേക്ക് കയറിയപ്പോഴാണ്, അതായത് നേരത്തെ നമുക്ക് ഈ തേജസ്സിനെ കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. വല്ല വിധേനയും ഈ പാപത്തിന്റെ മരണത്തിൽ നിന്ന്, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കടുവായുടെ കയ്യിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി നമ്മൾ ചാടിക്കേറി വന്നതായിരിക്കണം. നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള കാര്യമൊന്നും ഓർത്തോണ്ടല്ല, പക്ഷെ ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് ദൂരെ ഒരിടത്ത് തേജസ്സിന്റെ വലിയൊരു പ്രഭ. കർത്താവ് പറയാ, ഇനി നിനക്ക് ശിക്ഷാവിധിയില്ല, പക്ഷേ നീ ഇവിടെ വാതിക്ക നിൽക്കരുത്. നിന്നെ ഞാൻ വിളിച്ചെന്തിനെന്നറിയാമോ? നടക്ക്, വിശുദ്ധീകരണത്തിന്റെ പാതയിലൂടെ നടന്ന് 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 ഒടുവിൽ നമ്മൾ എവിടെ ചെന്ന് ചേരുന്നു? തേജസ്കരണം. ജസ്റ്റിഫിക്കേഷൻ, സാങ്ക്ടിഫിക്കേഷൻ, ഗ്ലോറിഫിക്കേഷൻ. അപ്പൊ ആ പ്രോസസ് മൊത്തം കർത്താവിന്റെ പദ്ധതിയിലുണ്ട്. അല്ലാതെ എങ്ങനെങ്കിലും കടുവായുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് ഈ മുറിക്കകത്തോട്ട് കയറ്റി രക്ഷപ്പെടുത്തുക എന്നുള്ളത് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്. റിഡംഷൻ എന്ന് പറയുമ്പോൾ അതിനുള്ള അധികാരം യേശു കർത്താവിന് ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായ കാര്യം. യേശു ഭൂമിയിലേക്ക് വന്നത് തന്നെ തേജസ്സും കൊണ്ട് വന്നതെന്ന യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. അപ്പോൾ യേശു ഭൂമിയിലേക്ക് വന്നത് പിതാവിന്റെ തേജസ്സോടുകൂടെയാണ്, പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേജസ്. പക്ഷെ ഈ തേജസ്സിലേക്ക് നമ്മളെ നയിക്കുന്നതിന് ആവശ്യമായിരുന്ന ആദ്യത്തെ സ്റ്റെപ്പാണ് റിഡംഷൻ, അഥവാ നമ്മളെ വീണ്ടെടുക്കേണ്ടതിൻ്റെ ആവശ്യകത നമ്മൾ കാണുന്നത്. അപ്പൊ യേശു വന്നത് ആദ്യമായിട്ട് വീണ്ടെടുക്കാനാണ്. വീണ്ടെടുത്ത് കഴിഞ്ഞിട്ട് ആ തേജസ്സിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വാതിലിന് പുറത്ത് മരണം, വാതിലിനകത്ത് ജീവൻ. ആ വാതിലാണ് യേശു. അവൻ വന്നത് ഒന്നാമത് പുറത്ത് മരണത്തിൽ കിടന്ന, ഇരുട്ടിന്റെ അന്ധകാരത്തിൽ കഴിഞ്ഞിരുന്ന നമ്മെ വീണ്ടെടുത്ത് പുത്രന്റെ രാജ്യത്തിൽ നമ്മളെ ആക്കി വെക്കുവാൻ വേണ്ടിയാണ്. ഈ റിഡംഷൻ ആയിരുന്നു യേശുക്രിസ്തുവിന്റെ ഭൂമിയിലെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ദൈവം ആ ഒരു ദൗത്യത്തോടു കൂടെയാണ് മനുഷ്യനെ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിനുവേണ്ടി യേശുവിന് മരണം വഹിക്കേണ്ടി വന്നു. എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ അതിന്റെ 2-ാമത്തെ അധ്യായത്തിൽ 9 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്, എങ്കിലും ദൈവകൃപയാൽ എല്ലാവർക്കും വേണ്ടി മരണം ആസ്വദിപ്പാൻ ദൂതന്മാരിലും അല്പം ഒരു താഴ്ച വന്നവനായ യേശു മരണം അനുഭവിച്ചതുകൊണ്ട് അവനെ മഹത്വവും ബഹുമാനവും, അഥവാ തേജസ്സും ബഹുമാനവും അണിഞ്ഞവനായി നാം കാണുന്നു. അവൻ ഈ ഭൂമിയിലേക്ക് വന്നു. അവന്റെ ജനനം, അവന്റെ മരണത്തിന്റെ പ്രക്രിയയിലൂടെയാണ് നമുക്ക് വീണ്ടും ജനനം സാധ്യമാകുന്നത്. എന്നാൽ അവൻ ഈ ഭൂമിയിലേക്ക് ഒരു സാധാരണ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ കണ്ടത്, വചനം ജഡമായി തീർന്നു, ശരീരം എടുത്തുകൊണ്ട് അവൻ വന്നു. എന്നിട്ട് അവൻ നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവിടെ 10-ാമത്തെ വാക്യത്തിൽ സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, ഇവിടെ എല്ലാം കയറി വരുന്ന വാക്ക് കണ്ടോ? തേജസ്, തേജസ്, തേജസ്. വേദപുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഈ തേജസ് എന്ന് പറയുന്നത്. ആ ദൈവ തേജസ്സിലേക്ക് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ, അവ ആദ്യം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടത്തി, പിന്നീട് തേജസ്സിലേക്ക് നടത്തി, ജീവനിലേക്ക് കടത്തി തേജസ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ മുമ്പിൽ ആരുണ്ട്? രക്ഷാനായകൻ. അവൻ പോയ വഴിയൊക്കെ നമ്മൾ പോയ അതേ വഴിയിലൂടെയാണ്. കഷ്ടാനുഭവങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. നമ്മിൽ ഒരുവനെ പോലെ അവൻ ജീവിച്ചു. നമ്മിൽ ഒരുവനെ പോലെ അവൻ ജീവിച്ചു എന്ന് പറയുമ്പോൾ നമ്മളിൽ നിന്ന് അവനുണ്ടായിരുന്ന ഏക വ്യത്യാസം, അവൻ പാപം ഒഴികെ, അഥവാ പാപം ചെയ്തില്ല. ബാക്കി എല്ലാത്തിലും നമ്മളോട് അവൻ സമമായിരുന്നു, പക്ഷേ അവൻ പാപം ചെയ്തില്ല. പാപത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പാപമില്ലാതെ നമ്മൾ വായിക്കുമ്പോൾ അവൻ മരണം ആസ്വദിച്ചു എന്നുള്ളതാണ്
നമ്മൾ അതിൻ്റെ 14-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവർ ആകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. അപ്പോൾ മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവനാകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. എനിക്കൊരു ശരീരമുണ്ടെങ്കിൽ ആ ശരീരം ഉള്ളതുകൊണ്ട് അവനും എന്ത് ചെയ്തു? ശരീരമുള്ളവനായി ജീവിച്ചു. എനിക്ക് കഷ്ടങ്ങളുള്ളതുകൊണ്ട് അവൻ കഷ്ടം അനുഭവിച്ചുകൊണ്ട് ജീവിച്ചു. എനിക്ക് മരണമുള്ളതുകൊണ്ട് അവൻ മരണവും അനുഭവിച്ചു. പക്ഷെ ഇതിനിടയ്ക്കുള്ള ഒരു കാര്യം, എനിക്ക് പാപമുള്ളതുകൊണ്ട് അവൻ പാപിയായില്ല, അവൻ പാപം ചെയ്തില്ല. അവൻ മരിച്ചത് എന്തുകൊണ്ടാണ്? പിന്നെ എൻ്റെ പാപം ഏറ്റെടുത്തത് കൊണ്ട് അവൻ മരിച്ചത്, അല്ലെങ്കിൽ മരണത്തിന് അവനെ തൊടാൻ പറ്റത്തില്ലായിരുന്നു. കാൽവറി ക്രൂശിൽ യേശുവിനെ സ്പർശിക്കുവാൻ മരണത്തിന് കഴിഞ്ഞത് യേശുവിൻ്റെ പാപങ്ങൾ കൊണ്ടല്ല. പാപം ചെയ്യുന്ന ദേഹിയാണ് മരിക്കുന്നത്. പിന്നെ എന്താ? അവൻ എൻ്റെ പാപങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് അവൻ മരിച്ചു. എന്തിനാണെന്നറിയാമോ? എന്നെ വീണ്ടെടുത്തിട്ട് ഇവിടെ ഇട്ടേച്ച് പോകാനല്ല. രക്ഷ എന്ന് പറയുന്നത് ഒരു ഹോളിസ്റ്റിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെയൊക്കെ പ്രശ്നം, നമ്മൾ രക്ഷയെ മനസ്സിലാക്കുന്നതൊക്കെ വളരെ, രക്ഷയെക്കുറിച്ച് തന്നെ വ്യക്തമായ ടീച്ചിങ്സ് നമുക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ മാക്സിമം നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു. പക്ഷേ പാപത്തിൽ നിന്ന് വിടുവിച്ച് ഇവിടെ നമ്മളെ എന്തെങ്കിലുമൊക്കെ തന്ന് ഇവിടെ ഇട്ടേച്ച് പോകാനല്ല, തേജസ്സിലേക്ക് കൊണ്ടുപോകുവാനാണ്. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത് തേജസ്സിന്റെ കർത്താവ്, യേശു കർത്താവ് തേജസ്സിന്റെ കർത്താവാണ്. അവൻ നമുക്ക് പകരമായി മരിച്ചു. മരണഭീതിക്ക് അടിമകളായിരുന്നവരെയൊക്കെയും അവൻ വിടുവിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പാതാളത്തെ പേടിക്കേണ്ട കാര്യമില്ല. ഇനി യേശുക്രിസ്തുവിൽ മരിക്കുന്നവൻ പാതാളത്തിലേക്കല്ല പോകുന്നത്. നേരത്തെ പാതാളത്തിലേക്കായിരുന്നു. നേരത്തെ മരണം പാതാളത്തിലേക്ക് വാതിൽ തുറന്നു വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ യേശുവിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് പാതാളമല്ല, നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത് തേജസ്സാണ്. ക്രൂശ് വീണ്ടെടുപ്പ് സാധ്യമാക്കി തീർത്തു. എന്നാൽ ഈ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ തുടർമാനമായി നമ്മൾ അനുഭവിക്കുമ്പോൾ വീണ്ടെടുപ്പ് മാത്രമല്ല, അത് വീണ്ടെടുപ്പ് ഒരു സാധ്യം, അല്ലെങ്കിൽ വീണ്ടെടുപ്പ് പ്രായോഗികമാക്കുന്നത് നമ്മൾ കാണുമ്പോൾ, പിശാചിന്റെ ലോകത്തിൽ നിന്ന് അവൻ നമ്മളെ വലിച്ചെടുത്തു, നമ്മളെ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. കൊലോസ്യ ലേഖനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, റിഡംഷൻ, തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. അപ്പോൾ പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് വിടുവിച്ചെന്ന് മാത്രമല്ല, അതാണ് വീണ്ടെടുപ്പ്. പക്ഷെ വീണ്ടെടുത്ത് നമ്മളെ എങ്ങോട്ട് ആക്കിയിരിക്കുന്നത്? പുത്രന്റെ രാജ്യത്തിൽ ആക്കി വച്ചിരിക്കുകയാണ്. പിശാചിന്റെ സാമ്രാജ്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് തിരിച്ച് വീണ്ടും പിശാചിന്റെ സാമ്രാജ്യത്തിൽ പോകുന്ന ഒരു അനുഭവം ഉണ്ടാകരുത്. പലപ്പോഴും ഇന്ന് ആളുകൾ ലോകത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ടു എന്ന് പറയും, പക്ഷെ ലോകത്തിലേക്ക് തിരികെ പോയി ലൗകികരായി ജീവിക്കുന്നത് ഒരു സാധാരണ പതിവാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് തേജസ്സിലേക്ക് മുന്നേറുവാൻ കഴിയുകയില്ല. തേജസ്സിലേക്ക് പോകണമെങ്കിൽ പുത്രന്റെ രാജ്യത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചാലേ കഴിയുകയുള്ളൂ. ആ പുത്രന്റെ രാജ്യത്തിലെ ജീവിതമാണ് യഥാർത്ഥത്തിൽ ഒരു ശിഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. വീണ്ടെടുപ്പ് യാഥാർത്ഥ്യമാക്കിയത് ക്രൂശാണെങ്കിൽ വീണ്ടെടുപ്പ് പ്രവൃത്തിയിൽ എത്തിക്കുന്നത് ശിഷ്യാനുഭവമാണ്, ശിഷ്യന്റെ ജീവിതം. അതിൻ്റെ വഴിയാണ് വിശുദ്ധി, അതിൻ്റെ അന്ത്യമാണ് തേജസ്. അപ്പോൾ പാപത്തിൽ നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, വിശുദ്ധിയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു, തേജസ്സിൽ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നതായ ഒരു കാര്യം. ശിഷ്യത്വത്തിൻ്റെ ഒരു പ്രോസസ്സാണ് നമ്മളിവിടെ കാണുന്നത്. ശിഷ്യത്വം പാപമോചനം കൊണ്ട് അവസാനിക്കുന്നില്ല. പാപമോചനം മുതൽ തേജസ് വരെയുള്ള ഒരു യാത്രയാണ് ശിഷ്യത്വം. പാപമോചനത്തിലാണത് തുടങ്ങുന്നതെങ്കിലും പാപമോചനം മുതൽ തേജസ് വരെയുള്ള ഒരു യാത്രയാണ് ശിഷ്യത്വം. അപ്പോൾ നമ്മളിപ്പോൾ ശിഷ്യത്വത്തിന്റെ പാതയിലാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ വിശുദ്ധിയുടെ പാതയിലാണ്, വിശുദ്ധീകരണത്തിന്റെ പാതയിലാണ്. നമുക്ക് ശിക്ഷാവിധിയില്ല എന്നാ വേദപുസ്തകം. റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യം, അതുകൊണ്ട് ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, കാരണം കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു. എന്നാൽ പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ
ആ പാപത്തിൽ നമ്മൾ തുടരുകയല്ല, പ്രത്യുത റോമാലേഖനം 8-ാം അധ്യായത്തിൽ അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ എന്താണ്? ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ഇടയ്ക്ക് കയറി. നേരത്തെ പാപപ്രമാണമായിരുന്നു, ഇപ്പോൾ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. അങ്ങനെ ജീവന്റെ ആത്മാവിന്റെ പ്രമാണം അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ എനിക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. കാര്യം, ഇനിയിപ്പോൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ മേൽ പാപത്തിന് അധികാരമില്ല, ആത്മീയ മരണത്തിന് അധികാരമില്ല. നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താൽ എടുത്തോണ്ട് പോകും, അത് വേറെ കാര്യം. പക്ഷേ നാം രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവേശുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ അതേസമയം ഓർത്തോണം, പാപത്തിൽ നിന്ന് നമുക്ക് മോചനം വേണം, പാപത്തിന്റെ ശക്തിയിൽ നിന്ന് മോചനം വേണം. റോമാലേഖനം 7-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ തന്നെ ആര് വിടുവിക്കും? ഒരു കാര്യം മനസ്സിലാക്കണം, അത് പൗലോസ് എഴുതുമ്പോൾ പൗലോസിന്റെ കരച്ചിലൊന്നുമല്ല. എന്നോടൊരാൾ ഒരിക്കൽ പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, നമ്മളിത് ഇത്രയും പറഞ്ഞിട്ട് എന്താ കാര്യം? പൗലോസ് പോലും എന്തുവാ, എപ്പോഴാ എനിക്കൊരു വിമോചനം തരുന്ന, ആരെന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് പൗലോസ് പോലും കരഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നു. പിന്നെ നമ്മുടെ കാര്യം പറയണോ? പലരുടെയും ചിന്ത അതാണ്. എന്നാൽ പൗലോസ് പറയുന്നത്, ഈ 7-ാം അധ്യായം വായിച്ച് നിർത്തും ആൾക്കാർ. 8-ാം അധ്യായം തുടങ്ങുന്നത് എന്താണെന്ന് അറിയാമോ? 8-ാം അധ്യായം തുടങ്ങുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം. നേരത്തെ പാപത്തിന്റെ പ്രമാണമായിരുന്നു, പക്ഷെ ഇപ്പോൾ എന്നിൽ ഉള്ളത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണമാണ്. നേരത്തെ എനിക്ക് എൻ്റെ ആത്മാവ് മൃതമായിരുന്നു, എനിക്ക് ജീവനും ഇല്ലായിരുന്നു. അതുകൊണ്ട് പാപത്തോട് എതിർത്ത് നിൽക്കുവാനുള്ള ശക്തി എനിക്കില്ലായിരുന്നു. പക്ഷേ ക്രിസ്തുവേശുവിലുള്ളവർക്ക്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. യേശു ക്രിസ്തുവിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ രൂപാന്തരം വന്നു കഴിഞ്ഞു. ഏത് കാര്യത്തിൽ? ഇനിയിപ്പോൾ നിങ്ങൾ പാപത്തിന്റെ ഇരകളല്ല. നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണെന്നാ, നമുക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, നമ്മൾ ഇരകളാണെന്നാ. വി ആർ നോട്ട് വിക്ടിംസ് ഓഫ് സിൻ. പകരം നമ്മുടെ ഉള്ളിലൊരു വലിയ ശക്തിയുണ്ട്, അത് കൊണ്ടു തന്നിരിക്കുന്നത് ആത്മാവാണ്. നമ്മുടെ ആത്മാവ് സജീവമാണ്. നേരത്തെ നമ്മുടെ ആത്മാവ് മൃതമായിരുന്നപ്പോഴാണ് നമ്മൾ പാപത്തിന്റെ അടിമകളായിരുന്നത്. വീണ്ടും ജനിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനിൽ ദൈവത്തിന്റെ ആത്മാവ് അവന്റെ ആത്മാവുമായി ചേർന്ന് ആത്മീയമായി ജീവിക്കുവാനുള്ള ശക്തി അവനിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. അല്ലാതെ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല, അതുകൊണ്ട് നീ എന്തോ ചെയ്താലും കുഴപ്പമില്ലെന്നല്ല ഇവിടുത്തെ അർത്ഥം. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. വിശ്വാസികൾ ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണം. എന്ത് സ്വാതന്ത്ര്യം? പാപം വന്ന് പ്രലോഭിപ്പിക്കുമ്പോൾ അതിൻ്റെ മീതെ വിജയം കൈവരിക്കുവാനും വിശുദ്ധ ജീവിതം ജീവിക്കുവാനുമുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പാപത്തിന്റെ ആ അടിമത്തത്തിൽ നിന്നുള്ള വലിയ ഒരു പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള ഒരു വിടുതൽ. ഒന്നാമത്തെ വാക്യം പാപത്തിന്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ്. രണ്ടാമത്തെ വാക്യം പാപത്തിന്റെ ശക്തിയിൽ നിന്നുള്ള വിടുതലാണ്. എന്നാൽ അവിടം കൊണ്ടും കാര്യം തീരുന്നില്ല. മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, നമ്മൾ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്നുകൂടെ നമുക്ക് വിടുതൽ കർത്താവ് തരുന്നുണ്ട്. ജഡത്തെയല്ല, ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു, അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല, കീഴ്പ്പെടുവാൻ കഴിയുന്നതുമല്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. എന്നാൽ നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. അപ്പൊ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുതൽ ഒന്നാമത്തെ വാക്യം. രണ്ടാമത്തെ വാക്യം പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ. അത് കഴിഞ്ഞ് 4 മുതൽ താഴോട്ട് 10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന്. അപ്പോൾ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് വിടുതൽ ലഭിച്ചു. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുതൽ കർത്താവ് നൽകി. പാപത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് നമുക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് ഒടുവിൽ നമ്മുടെ ശരീരത്തിന്റെ രൂപാന്തരീകരണം വരെ നടക്കുന്നു. നമ്മൾ 1 കൊരിന്ത്യരുടെ ലേഖനം അതിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ, ഞാനത്
അത് നിങ്ങൾ വായിക്കുക. 35 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എല്ലാം നമ്മൾ കാണുന്നത് ശരീരത്തിൻ്റെ, അതായത് നമ്മൾ മരിച്ചവരിൽ നിന്ന് പുനരുത്ഥാനം പ്രാപിക്കുന്ന അവസ്ഥയെക്കുറിച്ച് അവിടെ പറയുന്നത് ശരീരത്തിൻ്റെ വീണ്ടെടുപ്പാണ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് അത് നടക്കാൻ പോകുന്ന കാര്യമാണ്. അപ്പോൾ കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്തു, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുതൽ നൽകി. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ശിക്ഷാവിധിയില്ല, യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അകത്ത് കടന്നു, പാപത്തിൻ്റെ മരണം പുറത്താണ് നിൽക്കുന്നത്. ഇപ്പോൾ ജീവനിൽ കടന്നു. പക്ഷെ ജീവനിൽ കടന്നാൽ പിന്നെയും, ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവത്തിൻ്റെ ആ കർത്താവ് നമുക്ക് എന്ത് തരാനാണ് വന്നത്? തേജസ് തരാനാണ് വന്നത്. ആ തേജസ്സിൽ നമ്മളെ കൊണ്ടുചെല്ലുന്നത് വരെയും യേശു നമ്മുടെ കൂടെ നടക്കുക. ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിഡംഷനാണ് യേശു കർത്താവ് നൽകിയത്. അല്ലാതെ വല്ല വിധേനയും പാപമോചനം തന്ന് നമ്മളെ സ്വർഗത്തിൽ കൊണ്ടുപോകണം, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ എന്നുള്ളതല്ല, പാപമോചനം അതല്ല. അതിനപ്പുറത്തായിട്ട് ഈ തേജസ്സിലെത്തുന്നത് വരെ നമ്മളെ കർത്താവ് വിടത്തില്ല. അപ്പം നമ്മുടെ ആത്മാവ് മാത്രമല്ല രക്ഷിക്കപ്പെടുന്നത്. ഏറ്റവും ഒടുവിൽ 15-ാം അധ്യായത്തിൽ നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ മരിച്ചവരുടെ ഉയിർപ്പ് വരെ, അങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ് വരെ നടക്കുന്നതാ നമ്മൾ കാണുന്നത്. റോമാലേഖനത്തിലും അതിൻ്റെ 8-ാം അധ്യായത്തിൽ നമ്മൾ നേരത്തെ വായിച്ച ഭാഗത്ത് തന്നെ അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് സൃഷ്ടിപുത്രൻ നമ്മിൽ വെളിപ്പെടുവാനുള്ള 18 നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സൃഷ്ടി ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. സൃഷ്ടി ദ്രവത്വത്തിന്റെ ദാസ്യത്തിൽ നിന്ന് വിടുതലും ദൈവമക്കളുടെ തേജസ്സാകുന്ന സ്വാതന്ത്ര്യവും പ്രാപിക്കുമെന്നുള്ള ആശയോടെ മായയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൈവമക്കളുടെ തേജസ്. എന്നിട്ട് അതിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. അപ്പോൾ ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചവർ അടുത്ത പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകുകയാണ്. ഏറ്റവും ആത്യന്തികമായി നടക്കുന്നത് എന്താണ്? ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിൻ്റെ ആയി കാത്തുകൊണ്ട്, അതായത് ആത്യന്തികമായി ശരീരം പോലും വീണ്ടെടുക്കപ്പെട്ട് സ്വർഗത്തിൽ യേശുക്രിസ്തുവിനോട് ചേർന്ന് അവൻ്റെ സഹോദരങ്ങളായി ദൈവത്തിന് പുത്രന്മാരായി നമ്മൾ യുഗായുഗങ്ങൾ വാഴുന്നതാണ് മനുഷ്യനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം. സൃഷ്ടിയിൽ അതായിരുന്നു ദൈവത്തിൻ്റെ മോഹം, അതായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. ആ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ പാപം ചെയ്ത് നഷ്ടപ്പെട്ടെങ്കിലും ആത്യന്തികമായി ദൈവത്തിന് മനുഷ്യനെക്കുറിച്ചുള്ള സ്വപ്നത്തിന് ഒരു വ്യത്യാസവും വന്നിട്ടില്ല. ഇന്നും ദൈവം പറയുന്നതെന്നറിയാമോ? ദൈവത്തിൻ്റെ ആഗ്രഹം എന്താണ്? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ മക്കളും പ്രജകളുമായിട്ട് ഒരു വിശാല വിശുദ്ധ സമൂഹം. ആ സമൂഹത്തിൽ ദൈവമാണ് രാജാവ്, ദൈവമാണ് പിതാവ്. അത് ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ മോഹമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അതേ മോഹമാണ് വീണ്ടെടുത്തപ്പോഴും ഉണ്ടായിരുന്നത്. സൃഷ്ടിയിൽ ദൈവം നമ്മളിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചോ അത് തന്നെയാണ് വീണ്ടെടുക്കുമ്പോഴും ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. ആത്യന്തികമായി നമ്മൾ എവിടെ ചെന്ന് ചേരണം? നമ്മുടെ ശരീരം പോലും വീണ്ടെടുക്കപ്പെട്ടവരായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ പുത്രന്മാരായി നിത്യ 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 യുഗങ്ങൾ അവനോട് കൂടെ വാഴുന്നതാണ് ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ആത്യന്തിക പദ്ധതി എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ഒരു ചെറിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും ഈ വീണ്ടെടുപ്പിനെ ഒന്നും അങ്ങനെ ഹോളിസ്റ്റിക്കായിട്ട് മനസ്സിലാക്കുന്നില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ ഇപ്പോൾ വന്ന് പാപത്തിൽ നിന്നുള്ള വിടുതൽ പോലും കാണുന്നില്ല. അതൊക്കെയാണ് ഒരു വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത്. പാപത്തിൽ നിന്നുള്ള വിടുതലിനെ കുറിച്ച് പോലും നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കും, രോഗത്തിൽ നിന്ന് വിടുവിക്കും, കടത്തിൽ നിന്ന് വിടുവിക്കും. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. നിന്റെ കടത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ, നിന്റെ കടമെല്ലാം മാറ്റാൻ, നിന്റെ രോഗത്തിൽ നിന്ന്. കർത്താവ് നമ്മളെ രോഗം സൗഖ്യമാക്കുന്നു. നമ്മളെ മക്കളല്ലേ, അതുകൊണ്ട് സൗഖ്യമാക്കുന്നുണ്ട്. പക്ഷേ യേശു കർത്താവിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് നമ്മുടെ ചില്ലറ കടങ്ങൾ വീട്ടാനല്ല. അല്ല, നിങ്ങൾക്കിപ്പോൾ ഒരു 2 കോടി കടമുണ്ടെന്ന് വെച്ചു. അതിപ്പം ഒരുത്തന് തോന്നിയ 10 കോടി അല്ലെങ്കിൽ 50 കോടി കയ്യിലുള്ള ഒരുത്തൻ ചിന്തിച്ചാൽ ചിലപ്പോൾ നിങ്ങളുടെ കടം വീട്ടാൻ പറ്റുമായിരിക്കും.
ഇല്ലേ? തീർച്ചയായിട്ടും പറ്റും. നിങ്ങൾക്ക് രോഗമുണ്ടെങ്കിൽ പ്രാർത്ഥിച്ച് സൗഖ്യമാകും, ചികിത്സിച്ചാലും ചിലപ്പം സൗഖ്യമായെന്നിരിക്കും. എന്നാൽ ദൈവം ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ. ഇവിടെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുതൽ ഇപ്പം ദൈവമക്കൾ മാത്രമാണോ ദാരിദ്ര്യം ഇല്ലാതെ ജീവിക്കുന്നത്? ഒന്നുമല്ല. ലൗകികരായ ആളുകളും അങ്ങനെയൊക്കെ അല്ല ജീവിക്കുന്നത്. അല്ലെങ്കിൽ ഒരാളെ ദാരിദ്ര്യത്തിൽ നിന്ന് വിടുവിക്കാൻ ധനികനായ ഒരു വ്യക്തി കഴിഞ്ഞെന്നിരിക്കും, ഇല്ലേ? പക്ഷേ ഇതൊന്നും സംഭവിക്കാൻ കഴിയാത്ത കാര്യമാണ്. പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട് ഇവർക്ക് ആർക്കും കഴിയുകയില്ല. അപ്പോൾ വീണ്ടെടുപ്പെന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതലാണ് പ്രാഥമികമായി വരേണ്ടത്. എന്നാൽ അതൊരു തുടക്കം മാത്രമാണ്. പാപവിമോചനം അഥവാ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ ഒരു തുടക്കം മാത്രമാണ്. ആത്യന്തികമായി എവിടെ വരെ വരണം? തേജസ്കരണം വരെ വരണം. അങ്ങനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു റിഡംഷനാണ് കർത്താവ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൻ്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ച്, പാപത്തിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിടുവിച്ച് നമ്മൾ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകുന്ന. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ ഉരുവാകുവോളം ഞാൻ വീണ്ടും പ്രസവവേദനപ്പെടുന്ന എൻ്റെ പ്രിയമക്കളെ. ക്രിസ്തു ഉള്ളിൽ ഉരുവാകുന്ന കർത്താവിനെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചു, നമ്മൾ വീണ്ടെടുക്കപ്പെട്ടു, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ക്രമേണ ക്രിസ്തു നമ്മിൽ ഉരുവാകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോഴാണ് നമ്മൾ തേജസ്സിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നതായ ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയുന്നത്. 2 കൊരിന്ത്യരുടെ ലേഖനത്തിൽ അതിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേ ഉള്ളവൻ നാൾക്കുനാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടി നേരത്തേക്കുള്ള ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. അപ്പോൾ തേജസ്സാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആത്യന്തിക കാര്യം എന്ന് പറയുന്നത്, തേജസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ കാണുന്നത്, അതുകൊണ്ട് നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ട പാപമോചനം പ്രാപിച്ച വ്യക്തി പിന്നീട് അവൻ്റെ ലോകത്തിലേക്ക് ഒരു മടങ്ങിപ്പോക്കില്ല. വാതിലിനപ്പുറത്ത് മരണമാണ്, അവനൊരു മടങ്ങിപ്പോക്കില്ല. മടങ്ങിപ്പോയാൽ അവിടെ മരണം പതിയിരിപ്പുണ്ട്. അവൻ അകത്തുള്ളിടത്തോളം കാലം അവന് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഒരുവൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അവൻ ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് നമ്മൾ പറയുന്നു, ശരിയാണ്. പക്ഷെ വേറെ കാര്യമുണ്ട്. നമ്മുടെ ഈ ഉദാഹരണത്തിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വാതിലിനകത്തൂടെ കയറി കഴിഞ്ഞിട്ട് ഈ വാതിലിൽ കൂടെ തിരിച്ചു പോയാൽ മരണം അവിടെ പതിയിരിപ്പുണ്ട്. തിരിച്ചു പോകരുത്. ഇതിനകത്ത് നിനക്ക് ശിക്ഷാവിധിയില്ല. എന്നാൽ കയറിയ വാതിലിലൂടെ വീണ്ടും എന്ത് ചെയ്യണം? തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടണം. ഏറ്റവും ആത്യന്തികമായി നമ്മൾ തേജസ് പ്രാപിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തേജസ് പ്രാപിക്കുന്നതായ ഒരു അവസ്ഥ. പ്രിയമുള്ളവരെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്കുള്ള ഒരു വളർച്ചയാണ് ദൈവം നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ തേജസ്സിൻ്റെ പദ്ധതി ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള, ഇടയ്ക്ക് നിർത്തുന്നതല്ല. പാപമോചനമാണ് അതിൻ്റെ തുടക്കം. പക്ഷെ അവിടെ കൊണ്ട് തീരുന്നില്ല. പാപമോചനം എന്ന് പറയുമ്പോൾ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ. എന്നാൽ അകത്ത് കടന്നു കഴിഞ്ഞാൽ നമ്മിലേക്ക് അവിടുന്ന് പാപത്തിൻ്റെ ശക്തിയിൽ നിന്നുള്ള വിടുതൽ നൽകുന്നു, സ്വഭാവത്തിൽ നിന്നുള്ള വിടുതൽ നൽകുന്നു. ഏറ്റവും ആത്യന്തികമായി അവിടുന്ന് നമ്മളെ തേജസ്സിലേക്ക് നടത്തുന്നു. ഇപ്പോഴേ നമ്മൾ തേജസ്സിലാണ്. തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അവൻ്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. നമ്മൾ ജസ്റ്റിഫൈഡ്, വി ആർ ജസ്റ്റിഫൈഡ്, വി ആർ സാങ്ക്ടിഫൈഡ്. സാങ്ക്ടിഫിക്കേഷൻ ഒരു പ്രോസസ്സാണ്. ആത്യന്തികമായിട്ട് നമ്മൾ തേജസ്കരിക്കപ്പെടുന്നതായ ഒരു അവസ്ഥ. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം ഒരു നിമിഷം. ഹല്ലേലൂയ. സ്വർഗപിതാവേ, ഞങ്ങളുടെ തേജസ്സിനായി മുൻ നിയമിച്ച എന്ന വാക്കുകളെ ഞങ്ങൾ ഓർക്കുന്നു.
കർത്താവേ, നിന്റെ സ്വപ്നങ്ങൾക്കൊരിക്കലും വ്യത്യാസമില്ല. ആദവനെയും ഹവ്വയെയും സൃഷ്ടിച്ചപ്പോൾ നീ അവരെ തേജസ് ഉടുപ്പിച്ചു. അവരെ തേജസ്സിൽ വളർത്തുവാൻ അവിടുന്ന് പരിശ്രമിച്ചു. എന്നാൽ അവർ ആ തേജസ്സിൻ്റെ വസ്ത്രം പാപത്തിൻ്റെ കത്തി കൊണ്ട് കുത്തിക്കീറിക്കളഞ്ഞപ്പോൾ ആ തേജസ്സിൻ്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ നിന്റെ പുത്രനെ നീ അയച്ചു. നിന്റെ പുത്രൻ്റെ മരണത്താൽ അവിടുന്ന് ആ തേജസ് മനുഷ്യന് മടക്കി കൊടുക്കുവാൻ വേണ്ടി പാപത്തിൻ്റെ ഒരു ചെറിയ കീറൽ പോലുമില്ലാതെ ആ തേജസ്സിൻ്റെ വസ്ത്രം മടക്കി കൊടുക്കുവാൻ അവിടുന്ന് കാൽവറി ക്രൂശിൽ സ്വന്തം ജീവനെ വെളിഞ്ഞത് ഞങ്ങൾ ഓർക്കുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് നീ തേജസ്സിൻ്റെ വസ്ത്രം മടക്കി തന്നിരിക്കുന്നു. എന്നാൽ വീണ്ടും ഞങ്ങൾക്ക് വിശുദ്ധീകരണത്തിൻ്റെ പാതയിലൂടെ ഇപ്പോൾ ഞങ്ങൾക്ക് പുത്രത്വം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. വി ആർ യുവർ ചിൽഡ്രൻ, വി ആർ ചിൽഡ്രൻ ഓഫ് ഗാഡ്. പുത്രത്വം ഞങ്ങൾക്ക് ലഭിച്ചെങ്കിലും അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുന്ന യേശുവിൻ്റെ പിന്നാലെ, യെസ് ലോർഡ്, നീ തേജസ്സിൻ്റെ വസ്ത്രം തന്ന് ഞങ്ങളെ പുത്രന്മാരാക്കി. എന്നാൽ ആ തേജസ്സിലേക്ക്, വീണ്ടും കൂടുതൽ തേജസ്സിലേക്ക്, തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് നിന്റെ അതേ പ്രതിമയായി രൂപാന്തരപ്പെട്ട് തേജസ്കരണത്തിൻ്റെ ആ നിലയിലേക്ക് വളരുവാൻ ഞങ്ങളെ നീ ശക്തീകരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.